ആദ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലാരൂപമാണ് പടയണി. പടയണി 7 മുതൽ 28 ദിവസം വരെ നീണ്ടുനിൽക്കുന്നു. വിളവെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണിത്. പടയണി എന്ന അനുഷ്ഠാന കലാരൂപം പടേനി എന്ന പേരിലും അറിയപ്പെടുന്നു. നാടക സ്വഭാവമുള്ള ഈ കലാരൂപം ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താനുള്ള പ്രതീകാത്മക ചടങ്ങാണ്. പടയണി എന്ന പദം പട അഥവാ യോദ്ധാക്കളുടെ കൂട്ടം എന്നതും അണി അഥവാ നിര എന്നതും ചേർന്നതാണ്. പടയണിയുടെ അർത്ഥം സൈന്യത്തിന്റെ നീണ്ട നിര എന്നാണ്. ദക്ഷിണ കേരളത്തിലെ കടമ്മനിട്ട, ഓതറ തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഇന്നും പടയണി നടന്നുവരുന്നു. പടയണിയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് തപ്പ്, ചെണ്ട. പടയണിയുടെ പ്രധാന ചടങ്ങാണ് കാഴ്ചകെട്ട് അഥവാ പടയണി ആരംഭിക്കുന്ന വിവരം തപ്പ് കൊട്ടുന്നതിലൂടെ അറിയിക്കുന്നു. പടയണിയുടെ ആദ്യ ചടങ്ങാണ് ചൂടുവയ്പ്. അതിനുശേഷം തപ്പുകൊട്ടൽ, തുടർന്ന് ചൂടുവലക്ക് അഥവാ കത്തുന്ന പന്തവുമായി ക്ഷേത്രത്തിന് ചുറ്റും അടക്കുന്നു. ശേഷം വിളിച്ചറിയിക്കൽ ചടങ്ങ് അഥവാ ദേവിയെ അറിയിക്കൽ. പടയണിയിലെ പ്രധാന കോലങ്ങളാണ് ഗണപതികോലം, പിശാചുകോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, മാടൻകോലം, മറുതകോലം, ഭൈരവിക്കോലം, മനുഷ്യക്കോലം, കുതിരക്കോലം എന്നിവ. ഭൈരവിക്കോലമാണ് ഏറ്റവും വലിയ കോലം. കളത്തിൽ എത്തുന്ന ആദ്യ കോലമാണ് ഗണപതിക്കോലം. പടയണി അവതരിപ്പിക്കാൻ പ്രത്യേക സമയപരിധിയോ അരങ്ങോ ഇല്ല. പ്രശസ്തമായ നിലമ്പേരൂർ പടയണി തിരുവോണം കഴിഞ്ഞ് അവിട്ടം നാളിൽ ആരംഭിക്കുന്നു. ചൈനീസ് യാത്രക്കാരൻ ഫാഹിയാൻ തന്റെ യാത്രാ വിവരണത്തിൽ പരാമർശിച്ച പടയണി നിലമ്പേരൂർ പടയണിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച പടയണിയാണ് കടമ്മനിട്ട വലിയ പടയണി. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന സംഘടിത കോലം തുള്ളലാണ് പടയണി. പടയണിയുടെ ജന്മസ്ഥലം പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ടയാണ്. പടയണിയുടെ പ്രോത്സാഹനത്തിനു വേണ്ടി പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച കലാകാരനാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. പടയണിയെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് പച്ചത്തപ്പ്. കഥ എഴുതി സംവിധാനം ചെയ്തത് അനിൽ പുരുഷോത്തും. പച്ചത്തപ്പ് എന്ന സിനിമ നിർമ്മിച്ചത് ഡോക്ടർ ഉണ്ണികൃഷ്ണപിള്ളയുമാണ്. 2020 മികച്ച കലാമൂല്യമുള്ള സിനിമയായി കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരത്തിന് അർഹത നേടിയ ചിത്രമാണ് പച്ചത്തപ്പ്. കവുങ്ങിൻ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ്, കൈമണി, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളിയുറയുന്നതാണ് പടയണിയുടെ അവതരണ രീതി.